ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനും എൻ്റെ കസിനും കൂടി ഇന്ന് ഞങ്ങൾ പാടത്തേക്ക് പോവാണ്. അപ്പം നമുക്ക് പാടത്തേക്ക് പോണ വീഡിയോസൊക്കെ കാണാൻ വരിക. ഇന്ന് ഹലോ പറഞ്ഞോ. ഹലോ, പേരറി ഇഷാൻ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ തോടിൻ്റെ അടുത്ത് എത്താനായി. അപ്പോൾ ഞാൻ തോട് കാണിച്ചു. ഫർണിച്ചറിൻ്റെ സൗണ്ടാണ്. ഇതാണ് ഗൈസ് ഇവിടുത്തെ തോട്. ഇവിടെയൊന്നും വലിയ വെള്ളമല്ല, അവിടെ അടിയിലുണ്ട്, നല്ല ആംബിയൻസ് ഉണ്ട്. ഫർണിച്ചറിന്റെ സൗണ്ട് ഉണ്ടാവും. അപ്പൊ ഗൈസ്, ഇങ്ങനെയാണ് വെള്ളം വരുന്നത്. അവിടെ ആ ഭാഗത്തായിട്ട് നല്ല ആയുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മളിങ്ങനെ പാടത്തേക്ക് പോവാണ്. അപ്പൊ ഗൈസ്, നമ്മൾ ഇതിലെങ്ങനെയാണ് പോണത്. അപ്പൊ ഗൈസ്, നമ്മൾ ഈ വഴിക്കൂടിയാണ് കേട്ടോ പാടത്തേക്ക് പോവേണ്ടത്. ഇങ്ങനെ മെല്ലെ നമ്മൾ പോവണം. ഗൈസ്, ഇവിടെ ഒരു വാഴത്തോട്ടാണ് കേട്ടോ. വെയിലൊന്നുമില്ല ഗൈസ് ഇവിടെ. ഗൈസ്, ഇതാണ് എൻ്റെ ഉപ്പാൻ്റെ പാടം. കവുങ്ങാണ് വെച്ചിട്ട്, വായൊക്കെ മൂത്താപ്പരതാണ്. വെള്ളമുണ്ട് ഗൈസ്, ഫുള്ള് ചളിയാണ്. ഗൈസ്, ഇതിലിങ്ങനെ വിശാലമായി കിടക്കണ ഫുള്ള് പാടാണ് കേട്ടോ. ഇവിടെ ആദ്യം നെൽകൃഷിയാണ് ചെയ്തിന്. പിന്നെ നെല്ല് മാറ്റി കവുങ്ങൊക്കെ വെച്ച് ഏകദേശം ഈ കവുങ്ങ് ഇതിൻ്റെ മുട്ടിൻ്റെ അരിയുള്ളതിന് ഇപ്പം ഇന്ത്യക്കാട്ടിന് ഹൈറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഫുള്ള് വെള്ളമാണ്. ഇവിടെയുണ്ട് കേട്ടോ എൻ്റെ ഉപ്പാൻ്റെ സ്ഥലം. അപ്പോൾ ഗൈസ്, നമ്മൾ പോണത് അപ്പോൾ നല്ല ഭംഗിയുള്ള റോഡാണ്. ചെറിയ റോഡാട്ടോ. മഴക്കാലം ഇതിലേക്ക് വെള്ളം പോവും. ഇതിലങ്ങനെ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത അറിയണ്, ഇവിടെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൊരു കുളമുണ്ട്. അതിൽ ഇഷ്ടംപോലെ ബ്രാലൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം ഇതാണ് ഗൈസ് കുളം. കണ്ടാൽ പറയാം കുളമാണ്. ഫുള്ള് പായലാണ്. ഇതിൽ കുറേ മീനുകളുണ്ട്, ആഫ്രിക്കൻ മയ്യയും. പക്ഷെ ഇതിൽ ആരും വന്ന് മീൻ പിടിച്ചാൽ നിൽക്കണ്ട. ഇതിൻ്റെ ഒരു മൂത്താപ്പാൻ്റെ സ്ഥലമാണ്. ഇതിൽ കവുങ്ങും തെങ്ങും വാഴയാണുള്ളത് കേട്ടോ. ഫുള്ള് പായലോട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, മൂത്താപ്പാൻ്റെ സ്ഥലം കുറച്ചൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഇതിലിങ്ങനെ പോവാണ്. ഫുള്ള് പാടാണ്. ഇതിൻ്റെ അപ്പുറം ഇത് ഈ കസിൻ്റെ ഉപ്പാൻ്റെ സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ മൈ ആപ്പാപ്പാൻ്റെ സ്ഥലമാണ്. ഇതിലുണ്ട് കവുങ്ങും വായും തെങ്ങും. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഉപ്പാൻ്റെ സ്ഥലം. ഇത് കുറേ കാലം മുന്നേ കുഴിച്ചിട്ട് കവുങ്ങാണ് കേട്ടോ. ഈ സ്ഥലമൊക്കെ വാങ്ങുന്നതിന് മുന്നേ കുഴിച്ചിട്ടാണ്.